ബാങ്കിൽ നിന്ന് നാളെ ആള് വരും. എനിക്ക് എന്തായാലും എന്റെ സ്വർണ്ണം ഒന്നും പണയം വെക്കാനും വെക്കാനൊന്നും പറ്റൂല. പിന്നെ ആകെയുള്ളത് ഈ പശുവാ. ഇതിനെക്കൊണ്ട് പ്രത്യേകിച്ച് വലിയ ഉപകാരമൊന്നും ഇല്ലല്ലോ. വെറുതെ ചാണകത്തിന്റെ മണമൊക്കെ കൊണ്ട് ഒരു ശല്യാണ്. അപ്പൊ ഞാൻ എന്തായാലും നാളത്തേക്ക് ഒരാളെ ഏൽപ്പിച്ചിട്ടുണ്ട്. അയാൾ രാവിലെ തന്നെ വരും. ബാങ്കിൽ നിന്ന് ആൾക്കാർ വന്നിട്ട് എനിക്ക് വെറുതെ മാനം കെടാൻ പറ്റൂല. ഇതിനെന്തായാലും വെക്കണം. ഞാനിനി അങ്ങനെ കൊണ്ടു കിടന്നതാ, വേറെ വയ്യൊന്നുമില്ലാലോ. എന്താക്കാനാ? ഞാൻ നാളെ അവരോട് വരാൻ പറ. പൈസക്കുള്ള വഴിയൊക്കെ ഞാൻ സെറ്റ് ആക്കിയിട്ടുണ്ട്. നിങ്ങളായിട്ട് അത് മുടക്കാണ്ടിരുന്നാ മതി. നാളെ ഞാൻ പോയിട്ട് ലോൺ അടച്ചോളൂ. നീ പോവുക? അമ്മണി നീ പോവുക? പെങ്ങളെ, ഞാൻ അങ്ങോട്ട് വന്നോണ്ടിരിക്ക. പശുവിനെ അയച്ച് പുറത്തേക്ക് കെട്ടിക്കോ. പെങ്ങളെ എവിടെയല്ലേ പശു ഉണ്ട് പറഞ്ഞേ? ഇവിടെ തന്നെയാ. പശു ഇത് അപ്പുറത്തുണ്ട്. ഇതിനെത്രയാ വില വയ്ക്കുന്നേ? നിങ്ങളൊരു 25,000 ഉറുപ്പിക തന്നേക്ക്. 25,000? 25,000-ത്തിനൊന്നും ഇതില്ല. അങ്ങോട്ടും ഇങ്ങോട്ടും ഇല്ല. ഒരു 20 ഉറുപ്പിയല്ലേ? ഇത് പറഞ്ഞ പൈസ ഉള്ളുണ്ടല്ലേ? പശുവിനെ എന്ന് കഴിക്കും. പശു നിങ്ങൾ ഇന്നലെ കൊണ്ടോളൂ. പോവുകയാളെ. നീ പോവുക? നീ പോവുക? ഇതെന്താ കൊണ്ടുവന്നേ? നിങ്ങൾ പോറ്റിക്കോളി. മോള് ചീത്ത അറിയൂ. പൈസേന്റെ ആവശ്യം കൊണ്ട് വിറ്റതായിരുന്നു. എന്റെ കച്ചവടത്തിന്റെ ഇടയ്ക്ക് ഇതും ഒരു കച്ചവടം. നിങ്ങൾക്ക് അങ്ങനെയല്ലാന്ന് എനിക്കിപ്പാ മനസ്സിലായി. അതുകൊണ്ട് നിങ്ങൾ എന്നെ പോറ്റിക്കോ. എന്നാ പൈസയൊന്നും എനിക്കിപ്പോ തരണ്ട. പെങ്ങളെ, നിങ്ങൾ കൊണ്ടുപോയില്ലേ പശുവിനാ? പെങ്ങളെ, നമ്മളെ പശുവിനെ അച്ഛന്റെ അടുത്ത് ഏൽപ്പിച്ചിട്ടുണ്ട്. ചില മനുഷ്യബന്ധുക്കളെക്കാളും പണത്തെക്കാളും ഒക്കെ വലുതല്ലേ മിണ്ടാപ്രാണികളോടുള്ള സ്നേഹം. അത് നമുക്ക് ഒരിക്കലും കാണാതിരിക്കാൻ പറ്റില്ല. നിങ്ങൾക്ക് പൈസേന്റെ അത്യാവശ്യം വന്നപ്പോ വിറ്റതല്ലേ? പൈസ നിങ്ങളിപ്പോ തൽക്കാലം തരണ്ട. ഞാൻ പിന്നെ എപ്പോഴെങ്കിലും വായിച്ചോളാം. അച്ഛന്റെ അടുത്ത് നിന്ന് ഒരിക്കലും നിങ്ങളങ്ങനെ അകറ്റി കൊണ്ടുവരുന്നു. അച്ഛന്റെ ജീവനാണത്. അച്ഛൻ വളർത്തട്ടെ.